പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലെ ക്യാന്റീനിൽ തീപിടുത്തം. മുകൾ നില പൂർണ്ണമായും കത്തി നശിച്ചു. 10 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഞായറാഴ്ച പുലർച്ചെ 1:30 അപകടം. രാവിലെ 5 മുതൽ രാത്രി 10 മണി വരെ പ്രവർത്തിക്കുന്ന ക്യാന്റീനിൽ അപകട സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. പുക ഉയരുന്നത് കണ്ട് ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരാണ് പോലീസിലും അഗ്നിശമന സേനാ വിഭാഗത്തെയും വിവരമറിയിച്ചത്. ഇരിങ്ങാലക്കുടയിൽ നിന്നും ചാലക്കുടിയിൽ നിന്നും എത്തിയ അഗ്നിശമന സേനാ വിഭാഗമാണ് തീയണച്ചത്. 2024 ക്യാന്റീൻ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അപകടമുണ്ടായ ക്യാന്റീനിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സന്ദർശനം നടത്തി. ക്യാന്റീന്റെ അറ്റകുറ്റപ്പണി തീരും വരെ താൽക്കാലിക സംവിധാനമുണ്ടാക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലെ ക്യാൻറ്റീൻ അപ്രതീക്ഷിതമായിട്ട് അഗ്നിബാധയ്ക്ക് ഇരയായി. അതിൻ്റെ മുകൾ തട്ടിലാണ് അഗ്നിബാധ ഉണ്ടായത്. താഴെ ഭാഗത്ത് വലിയ പരിക്കുകൾ ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും ഇത് നന്നാക്കി എടുക്കുന്നതിന് ഇനി കുറച്ച് 2-3 ആഴ്ച പിടിക്കും. എന്തായാലും ഒരു താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ മറ്റൊരിടത്ത് ക്യാൻറ്റീൻ താൽക്കാലികമായിട്ട് പ്രവർത്തിക്കും. കാരണം ഇവിടെ രോഗികളായിട്ട് വരുന്നവർക്ക്, ഇവിടെ ഇൻപേഷ്യൻ്റ് ആയിട്ട് വരുന്നവർക്കും കൂട്ടിരിപ്പുകാർക്കും ഒക്കെ ഭക്ഷണം കഴിക്കേണ്ട അത്യാവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു ബദൽ സംവിധാനം ലഭ്യമായ ഇടത്ത് ഒരുക്കാനായിട്ട് ആലോചിച്ചിട്ടുണ്ട്. അതുണ്ടാവും. വളരെ നിർഭാഗ്യകരമായിപ്പോയി. ഇരിങ്ങാലക്കുട നഗരസഭ നവതിയുടെ നിറവിൽ. കൊച്ചി രാജ്യത്തിലെ 3ാമത്തേതും മുകുന്ദപുരം താലൂക്കിലെ ആദ്യത്തേതുമായ ഇരിങ്ങാലക്കുട 1936 ഫെബ്രുവരി 8 355 നമ്പറായ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വഴിയാണ് രൂപീകൃതമാകുന്നത്. നിലവിൽ വന്ന നഗരസഭയുടെ ആദ്യ അധ്യക്ഷനായി മുകുന്ദപുരം തഹസിൽദാർ MA വറീദാണ് ചുമതലയേറ്റത്. 1114 വൃശ്ചികം 8 ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് തെരഞ്ഞെടുപ്പിൽ കൂടി നഗരസഭാ അധ്യക്ഷനെ തെരഞ്ഞെടുത്തത്. KI വാറുണ്ണി BA BL ആണ് നഗരസഭാ അധ്യക്ഷനായത്. തുടർന്ന് NS രാമകൃഷ്ണൻ, V രാമൻകുട്ടി മേനോൻ, MP കൊച്ചുദേവസി, KP ജോൺ, MP ജാക്സൺ, അഡ്വക്കേറ്റ് TJ തോമസ്, പ്രൊഫസർ റോസ് വില്യംസ്, റാഫേൽ സെബാസ്റ്റ്യൻ, EM പ്രസന്നൻ, KC കുഞ്ഞിരാമൻ, സോണിയാഗിരി, മിനി സണ്ണി മാമ്പിള്ളി, ബെൻസി ഡേവിസ്, മേരിക്കുട്ടി ജോയ്, നിമ്യ ഷിജു, സുജാ സഞ്ജീവ് കുമാർ തുടങ്ങിയവർ വിവിധ കാലഘട്ടങ്ങളിൽ അധ്യക്ഷസ്ഥാനത്തെത്തി. 11.24 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ടായിരുന്ന നഗരസഭയിൽ 2011 സെൻസസ് അനുസരിച്ച് 28,741 ആയിരുന്നു ജനസംഖ്യ. 2011 ശേഷം പൊറത്തുശ്ശേരി ഗ്രാമപഞ്ചായത്ത് നഗരസഭയോട് കൂട്ടിച്ചേർത്തതോടെ വിസ്തൃതി 33.57 ചതുരശ്ര കിലോമീറ്ററായി വർദ്ധിച്ചു. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, ചലച്ചിത്ര മേഖലകളിൽ ഒട്ടേറെ പ്രതിഭകളെ സംഭാവന ചെയ്യുവാൻ ഇരിങ്ങാലക്കുടയ്ക്ക് ആയിട്ടുണ്ട്. വാണിജ്യ, വ്യവസായ മേഖലകളിലും നഗരം തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ദേശീയ തലത്തിൽ തന്നെ തലയുയർത്തി നിൽക്കുന്ന ക്രൈസ്റ്റ് കോളേജും സെന്റ് ജോസഫ് കോളേജും ഇരിങ്ങാലക്കുടയ്ക്ക് സ്വന്തം. നവതി ആഘോഷിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ മനസ്സിൽ പതിഞ്ഞ ഠാണ ജംഗ്ഷന്റെ മുഖച്ഛായ തന്നെ മാറുന്ന ഠാണ ചന്തക്കുന്ന് വികസനത്തിന്റെ അന്തിമഘട്ടത്തിലാണെന്നത് ഏറെ ശ്രദ്ധേയം. നവതി ആഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ 10:30 നഗരസഭാ അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും.
ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ കോന്തിപുലം ചിറാസ് ലൂയിസ് നിർമ്മാണോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി നിർവഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ രാമചന്ദ്രൻ MLA മുഖ്യാതിഥിയായിരുന്നു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG ശങ്കരനാരായണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് J ചിറ്റിലപ്പള്ളി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൃഷിയിടം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലായി ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ഓരോ കാലഘട്ടത്തിലും ഓരോ ഘട്ടത്തിലും വർഷം തോറും കിട്ടുന്ന ശിറകൾ കർഷകർ അനുഭവിക്കുന്ന ദുരിതം അതിന് പൂർണ്ണമായും പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുന്ന സ്ഥിതിവിശേഷം രൂപപ്പെട്ടു വരുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം സുഗമമായ ജലനിയന്ത്രണം കൃഷിരീതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. അതിന് വളരെയേറെ വിഷമിക്കുന്ന ഘട്ടത്തിലാണ് കർഷകർ യാഥാർത്ഥ്യബോധത്തോടുകൂടി ഇത്തരത്തിലുള്ളൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കണമെന്നൊരു പക്ഷേ ഗവൺമെൻറ്റിനോടും MLAയോടും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിന് നല്ല വില കൊടുത്തുകൊണ്ടും ചിന്തകൾക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടുമാണ് 12.21 കോടി രൂപ ഈ പ്രവൃത്തിക്കായി സംസ്ഥാന ബഡ്ജറ്റിൽ കൊണ്ടുവന്നെത്തിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നടത്തിയ പ്രവർത്തനം എന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ നിർവാഹമില്ല. സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കാനും ഇക്കാര്യങ്ങളിൽ നല്ല ഇടപെടൽ നടത്താനും ഒക്കെ MLA നടത്തിയ വലിയ പ്രവർത്തനത്തെ പ്രത്യേകമായി സഹായിക്കുന്നു. തൃശൂർ കോൾ മേഖലയിലെ പുറത്തിശ്ശേരി, മുരിയാട്, പറപ്പൂക്കര, ആളൂർ, വേളൂക്കര കൃഷിഭവനുകളുടെ പരിധിയിൽ ഉൾപ്പെടുന്ന 1287 ഹെക്ടർ നെൽകൃഷിക്ക് ജലം തടസ്സമില്ലാതെ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇപ്പോൾ കോന്തിപുലം പാലത്തിന് കീഴെ ഇറിഗേഷൻ താൽക്കാലിക ബണ്ട് നിർമ്മിച്ചുകൊണ്ടാണ് കനാലിൽ കാർഷിക ആവശ്യത്തിന് വെള്ളം സംഭരിച്ചു വരുന്നത്. അതിന് പകരമുള്ള ഒരു സ്ഥിരം സംവിധാനമായിട്ടാണ് 12.21 കോടി രൂപ ചെലവിൽ സ്ഥിരം തടയണ നിർമ്മിക്കുന്നത്. ക്രൈസ്റ്റ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള കണ്ടംകുളത്തി ഫുട്ബോൾ ടൂർണമെന്റിൽ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ കേരളവർമ്മ കോളേജിനെ പെനാൽറ്റിയിൽ 4-3 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി നിർമ്മല കോളേജ് മൂവാറ്റുപുഴ സെമി ഫൈനലിൽ പ്രവേശിച്ചു. SB കോളേജ് ചങ്ങനാശ്ശേരിയെ പരാജയപ്പെടുത്തി MD കോളേജ് പഴഞ്ഞിയും തൃശൂർ സെന്റ് തോമസ് കോളേജിനെ പരാജയപ്പെടുത്തി MA കോളേജ് കോതമംഗലവും സെമി ഫൈനലിൽ പ്രവേശിച്ചു. അവസാന ക്വാർട്ടർ ഫൈനലിൽ വ്യാസ കോളേജിനെ 4-0 എന്ന സ്കോറിന് ക്രൈസ്റ്റ് കോളേജ് പരാജയപ്പെടുത്തി സെമി ഫൈനലിൽ പ്രവേശിച്ചു. ടൂർണമെന്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. ഇരിങ്ങാലക്കുട പട്ടണത്തിലെ പ്രമുഖ വ്യവസായ കുടുംബമായ കണ്ടംകുളത്തി ഫാമിലി, കണ്ടംകുളത്തി ലോനപ്പൻ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ക്രൈസ്റ്റ് കലാലയവുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് കഴിഞ്ഞ 64 വർഷങ്ങളായി നമ്മുടെ യുവ കളിക്കാർക്ക് വേണ്ടി ഇത്തരമൊരു ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നു എന്നുള്ളത് ഇരിങ്ങാലക്കുടക്കാർക്കാകെ ഏറെ അഭിമാനകരമായ ഒരു കാര്യമായി കരുതുകയാണ്. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ നല്ല ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മികവാർന്ന നിലയിലാണ് ഈ ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട കളിയാണ് ഫുട്ബോൾ. എല്ലാ കളികളിലും വെച്ച് ഏറ്റവും ചലനാത്മകമായ, ഏറ്റവും പ്രസരിപ്പ് നിറഞ്ഞ, കളിക്കളം നിറഞ്ഞു കളിക്കുന്ന ആ ഫുട്ബോൾ തീർച്ചയായും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. ജോയച്ചൻ ഇവിടെ പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമാണ്. നമ്മുടെ കുട്ടികൾക്ക് ഉള്ള നെഗറ്റീവ് എനർജിയൊക്കെ കുടഞ്ഞു കളയാൻ ഏറ്റവും പറ്റിയ സ്ഥലമാണ് നമ്മുടെ കളിക്കളങ്ങൾ. ജിതേഷ്, അശ്വിൻ, നിതിൻ, സൂര്യ, അസിൽ, സ്മിതിൻ and their coach മുഹമ്മദ് റിയാസ്. ആലിൻ, പവൻ, അരുൺ. ചെറുക്കുന്ന 64ാമത് ഇന്റർ കോളേജ് ദക്ഷിണേന്ത്യൻ മത്സരത്തിലെ MA കോളേജും ക്രൈസ്റ്റ് കോളേജും ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി
ഇരിങ്ങാലക്കുട SNBS സമാജം ശ്രീ വിശ്വനാഥപുരം ക്ഷേത്രത്തിലെ കാവടി ആഘോഷ മത്സരത്തിൽ ടൗൺ പടിഞ്ഞാട്ടുമുറി വിഭാഗത്തിന് 1ാം സ്ഥാനം, കോമ്പാറ വിഭാഗത്തിനാണ് 2ാം സ്ഥാനം. ശിവരാത്രിയോടനുബന്ധിച്ച് ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രവും നാദോപാസന സംഗീത സഭയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന നൃത്തോത്സവം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. നാദോപാസന പ്രസിഡന്റ് സോണിയാഗിരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കലാമണ്ഡലം പ്രജീഷ ഗോപിനാഥ്, ആശ സുരേഷ്, മീര നങ്യാർ, സുചിത്ര വിനയൻ, രേഷ്മ മേനോൻ, ഭാനുശ്രീ വാര്യർ എന്നിവർ പ്രസംഗിച്ചു. വളരെ വിശിഷ്ടമായ കലാസന്ധ്യ ഒരുക്കുന്നതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ്. ക്ഷേത്ര ദർശനം, ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങൾ മനുഷ്യരുടെ മൃഗീയ വാസനകളും ഹിംസാത്മകമായ ചിന്തകളുമെല്ലാം സ്ഫുടം ചെയ്തെടുത്ത് കൂടുതൽ ഉദാത്തമായ വ്യക്തിത്വത്തിലേക്ക് നയിക്കുന്നു എന്ന് പറയും പോലെ അനുഷ്ഠാനപരമായ ആചാരപരമായ കാര്യങ്ങൾക്കെന്ന പോലെ തന്നെ കലാപ്രവർത്തനങ്ങൾക്കും വേദികൾ സൃഷ്ടിക്കുമ്പോൾ കലയും അത്തരത്തിലുള്ള ഒരു വിമലീകരണത്തിന് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ചെറിയ ഒരു കലാകാരി എന്ന നിലയിൽ എനിക്ക് സ്വാഭിമാനം പറയാനുള്ളത്. നമ്മുടെ എല്ലാ നെഗറ്റീവ് ചിന്തകളെയും വിമലീകരിച്ചുകൊണ്ട് കൂടുതൽ വിശുദ്ധമായ ഒരു തലത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതിന്, അനുഭൂതിയുടെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ സഞ്ചരിച്ച് കൂടുതൽ ഉദാത്തമായ വ്യക്തിത്വത്തിലേക്ക് വളരുന്നതിന് കലാപ്രവർത്തനം തീർച്ചയായിട്ടും സഹായകരമാണ്. അത് കല ഉപയോഗിക്കുന്ന കലാകാരന്മാർക്കും കലാകാരികൾക്കും മാത്രമല്ല, അത് ദർശിക്കുന്ന സഹൃദയർക്കു കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സഹൃദയത്വം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സമാന ഹൃദയത്വം എന്നുള്ളതാണ്. ഇരിങ്ങാലക്കുട ചെട്ടിപ്പറമ്പ് ആലപ്പുഴ വീട്ടിൽ സത്യദേവൻ മാസ്റ്ററുടെ ഭാര്യ ചന്ദ്രിക അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10:30 മുക്തിസ്ഥാനിൽ നടക്കും. സ്മിത, സുജിത് എന്നിവർ മക്കളും പരേഷ്, സിമി എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.